എപ്പോഴും സുവിശേഷം പ്രസംഗിക്കുവിൻ. ആവശ്യമുള്ളപ്പോൾ മാത്രം വാക്കുകൾ ഉപയോഗിക്കുവിൻ. ഇങ്ങനെ പറയുക മാത്രമല്ല, സ്വന്തം ജീവിതം കൊണ്ട് ഇത് കാണിച്ചു തരാൻ കൂടെ ചെയ്തൊരു വിശുദ്ധനെയാ നമ്മൾ ഇന്ന് ഓർക്കുന്നത്. ആരെന്നറിയോ? ഒക്ടോബർ 4 ഇന്ന് അസീസി പുണ്യാളന്റെ തിരുനാളാ. ക്രിസ്തുവിനെ അറിഞ്ഞതു മുതല് പിന്നെ അങ്ങോട്ടുള്ള ജീവിതം മുഴുവൻ സുവിശേഷമാക്കി മാറ്റിയൊരുവൻ, മുന്നോട്ട് വയ്ക്കുന്ന ഓരോ കാലടിയും സുവിശേഷമായി മാറണം എന്ന് ആഗ്രഹിച്ചവൻ. വിശുദ്ധൻ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി യാത്ര ചെയ്യുന്നെങ്കിൽ ആ യാത്രയെ തന്നെ സുവിശേഷമാക്കി മാറ്റുക. മുന്നോട്ടുള്ള ഓരോ നിമിഷവും, ഓരോ ശ്വാസവും, ഓരോ വാക്കും ക്രിസ്തുവിന് വേണ്ടി മാത്രമാവണമെന്ന് ആഗ്രഹിച്ച ഒരാള്. ഇങ്ങനൊക്കെ ആവാൻ നമുക്ക് പറ്റാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ആവാൻ നമ്മളെ കൊണ്ടൊക്കെ പറ്റുമോ? രണ്ടാം ക്രിസ്തു എന്നൊക്കെ വിളിക്കപ്പെടാൻ മാത്രം അയാള് ക്രിസ്തുവിനോട് അത്രയേറെ അലിഞ്ഞു ചേർന്നിരുന്നുവെങ്കിൽ ഇത് എനിക്കും നിനക്കും ഒക്കെ പറ്റുന്ന കാര്യമാണോ? ഫ്രാൻസിസ് തന്നെ പറയുന്നുണ്ട്: I have been all things unholy. If God can work through me, He can work through anyone. ഞാൻ എവിടെ കിടക്കുന്നവനായിക്കോട്ടെ, എത്രയേറെ അധപതിച്ചവനായിക്കോട്ടെ, എന്റെ കർത്താവിന്റെ കരുണയ്ക്ക് എന്നെ ഉയർത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് എന്നിൽ നിന്ന് ഒരു മൂന്നാം ക്രിസ്തുവിനെ സൃഷ്ടിക്കാൻ പറ്റും. ആ മൂന്നാം ക്രിസ്തുവിന് വേണ്ടിയുള്ള ദാഹമാവട്ടെ ഇനി മുന്നോട്ടുള്ള എന്റെ ജീവിതം മുഴുവൻ. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ.